Hello guys, welcome to Cinebus Malayalam. ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ എപ്പിസോഡ് 3യുടെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ആസ് യൂഷ്വൽ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് റിനീഷയാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. ജഡ്ജസ് ഒക്കെ പ്ലേസ് ആവുന്നു. എന്നിട്ട് ഈ നമ്മളുടെ ഇപ്പോൾ 40 കണ്ടസ്റ്റൻസ് ഉണ്ട്. 40 കണ്ടസ്റ്റൻസിനെ 4 ഗ്രൂപ്പായിട്ട് അവർ തിരിക്കുന്നത്. അവരിയ്ക്കുന്ന ഓർഡർ റാൻഡമായിട്ട് അത് 4 ഗ്രൂപ്പായിട്ട് അവരെ മാറ്റുന്നു. എന്നിട്ട് അവർക്ക് അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ 4 ഗ്രൂപ്പിൽ നിന്ന് ഓരോ ക്യാപ്റ്റനെ വീതം കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് ആ ടീമിലുള്ള ആൾക്കാർക്ക് ഒരു ക്യാപ്റ്റനെ ആണെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് 4 ക്യാപ്റ്റന്മാരെ അവര് തെരഞ്ഞെടുക്കുന്നുണ്ട്. താഷി, പ്രണവ്, അഭിരാം ആൻഡ് ലോലിത. അപ്പൊ ഇത്രയും പേരാണ് 4 ടീമിന്റെ ക്യാപ്റ്റന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയും ഈ ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും. അതായത് ഒരു ടാസ്ക് ഉണ്ട്. അപ്പൊ ആ ടീം ടാസ്ക് ഉണ്ട്. ആ ടീം ടാസ്കിൽ ഓരോ ടീമും വന്ന് പെർഫോം ചെയ്യുന്നത് അവരുടെ പെർഫോമൻസ് അനുസരിച്ചാണ് ടീം വിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ക്യാപ്റ്റൻസിനെ ഇവര് സെലക്ട് ചെയ്തല്ലോ. ഈ 4 ക്യാപ്റ്റൻസിനെ സെലക്ട് ചെയ്യുമ്പം അവർക്കൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്കൊരു ഇമ്മ്യൂണിറ്റി അവർ കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ആ ഒരു എലിമിനേഷനിൽ നിന്ന് ആ ഒരു ദിവസത്തെ എലിമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഈ ക്യാപ്റ്റൻസിന് കൊടുക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ റിയാസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ മറ്റേ ചിലരാണെന്നുണ്ടെങ്കിൽ കണ്ണു അടച്ച് വേറെ മറ്റേ ഇങ്ങനെ ലീഡർഷിപ്പ് എന്നൊക്കെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ടാണ് ക്യാപ്റ്റൻസിനെ എടുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം എനിവേസ് ആ ഒരു 4 ക്യാപ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പം ടീം ടാസ്ക് എന്ന് പറയുന്നത് ഒരു ടൈംഡ് ചലഞ്ചാണ്. അപ്പം അതായത് ഒരു ടീമിൽ 10 പേരാണല്ലോ. ഓരോ ടീം വരിക, ആദ്യം ഒരു ടീം വരിക. ആ ടീമിലുള്ള ഓരോ മെമ്പേഴ്സും ഒരു സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. ഒരു അതായത് സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഈ 10 പേരും അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു 60 അതായത് ഇവർ പ്രസ് ചെയ്ത് ടൈം ഉണ്ടല്ലോ, ആ സെക്കൻഡ്സ് ടോട്ടൽ 60 സെക്കൻഡ്സ് എന്നോട് അടുത്ത് വരണം. അതായത് എക്സാക്ട് 60 ഒന്നും പറ്റില്ല, പക്ഷെ അതിനോട് അടുത്ത് എത്തണം. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സ്റ്റോപ്പ് വാച്ചിന്റെ ടൈം ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഓരോ ടീംസ് വരുന്നു. പക്ഷേ ജഡ്ജസ് അതായത് ഇവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റോപ്പ് വാച്ചിന്റെ അവർ കറക്റ്റ് അടിക്കത്തില്ല. ചിലരാണെങ്കിൽ 2ഉം 3ഉം പ്രാവശ്യമൊക്കെ അടിക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടർ സ്റ്റോപ്പ് അങ്ങനെയാണ് പറയുന്നത്. അത് കൗണ്ട് ചെയ്യണം. മൈൻഡിൽ കൗണ്ട് ചെയ്തിട്ടാണ് അതായത് ഒരു ഒരു എന്താ പറയുന്നത്, ആ സ്റ്റോപ്പ് വാച്ച് പ്രസ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, വീണ്ടും സ്റ്റോപ്പ് ചെയ്തു, വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ വിളിക്കുമ്പോഴത്തെ അത്രയും നേരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പല മിസ്റ്റേക്സും ഈ കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പം ഓരോ ടീം വരും. അപ്പോൾ ജഡ്ജസ് ഭയങ്കരമായിട്ട് അവരെ പറയുന്നുണ്ട് സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഇവർക്കാണെങ്കിൽ 1 മിനിറ്റ് ചിന്തിക്കാനുള്ള ടൈം ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവരത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരാണെങ്കിൽ കളിക്കാനുള്ള ആവേശം, എന്തോ പ്രൂവ് ചെയ്യണമെന്നുള്ളൊരു ആവേശമാണ്. അവരപ്പം ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഇവർ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ടീം ടാസ്ക് കൊടുക്കുന്നതിലൂടെ അവർ നോക്കുക എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ ഇവരെങ്ങനെ പെർഫോം ചെയ്യുന്നു. ഒരു ഗ്രൂപ്പിൽ ഇൻഡിവിജ്വലായിട്ട് നോക്കാൻ വേണ്ടിയല്ല നോക്കുന്നത്. നമ്മളൊരു ടീം ടാസ്ക് കളിക്കുമ്പോൾ എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് കളിക്കണം. ഇപ്പോൾ ഒരു ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇങ്ങനെയുള്ള ഗെയിംസ് കളിക്കുന്ന സമയത്ത് നമ്മളത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഗെയിം കളിച്ചാലേ നമുക്കൊരു വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഗെയിം വരുമ്പോഴും ഒരു റെസ്പെക്ട്, നമ്മളുടെ ഒപ്പോണന്റിന് ഒരു റെസ്പെക്ട് കൊടുത്തിട്ട് ഗെയിം കളിക്കണം. അതുപോലെ നമ്മളെ ടീമിനെ അത് കൂടെ നിർത്തി ഒരുമിച്ച് മുന്നോട്ട്, അല്ലാതെ എനിക്ക് മാത്രം മതി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന പലരെയും നമ്മൾ പ്രീവിയസ് ബിഗ് ബോസ് സീസൺസിലൊക്കെ കണ്ടു. പക്ഷെ നമുക്കൊരു കാണുമ്പോൾ ഒരു സുഖം തോന്നില്ല. കാരണം ഒറ്റ ഒരാൾ തന്നെ ഗെയിം കളിച്ച് മറ്റുള്ളവരെ ഒന്നിനും ഒരു സ്പേസും കൊടുക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു ഇതായിട്ട് തോന്നില്ല. നമ്മളെപ്പോഴും ഒപ്പണന്റിന് ഒരു റെസ്പെക്ട് കൊടുത്തിട്ട് വേണം ഗെയിം കളിക്കാൻ. അപ്പം ശരിക്കും അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആണ്. അതായത് ആ ഒരു ഗ്രൂപ്പിലുള്ള നമ്മളെ ടീമായിട്ട് അത് നോക്കി എല്ലാവരും കൂടെ ചേർന്ന് ഡിസൈഡ് ചെയ്ത് അതിനൊരു സ്ട്രാറ്റജി കണ്ടുപിടിച്ച് കളിക്കണം എന്നുള്ള ഒരു ബോധ്യത്തോടാണ് ഈ ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവർ ഇൻഡിവിജ്വലി വന്നിട്ട് തോന്നുന്ന പോലെയൊക്കെ പെർഫോം ചെയ്തു. അപ്പോൾ ആ സ്റ്റോപ്പ് ടൈം ചിലരെ കുറഞ്ഞു പോയി, ചിലരെ കൂടിപ്പോയി. അപ്പോൾ അത് കറക്റ്റായിട്ട് ആർക്കും അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. അപ്പോൾ ജഡ്ജസ് ഭയങ്കരമായിട്ട് രഞ്ജിനി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങളത് ചിന്തിച്ച് കളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് രഞ്ജിനി ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് 4 ടീമും വന്ന് ഇതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തന്നെ ഇതിനകത്തിലാണെങ്കിൽ ലോലിത ലീഡ് ചെയ്ത ടീമാണെങ്കിൽ വിൻ ചെയ്തത്. അവർ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അത്യാവശ്യം കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു 51 സെക്കൻഡാന്ന് തോന്നുന്നു. 51 സെക്കൻഡിൽ അത് കംപ്ലീറ്റ് ചെയ്ത് ശരിക്കും ഒരു നല്ലതായിട്ടൊരു കോർഡിനേഷൻ കറക്റ്റായിട്ട് അവർ മൈൻഡിൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്ന് ഓരോരുത്തരും വന്ന് ബസർ സിമ്പിളായിരുന്നു, വേറെ ഒന്നും ഇല്ലായിരുന്നു. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആ ബസർ പ്രസ് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് വരെ മൈൻഡിൽ എണ്ണുക, എന്നിട്ട് അത് പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓരോരുത്തരും വന്നത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ മുന്നുള്ള ടീം
ടീമൊക്കെ വന്നിട്ട് ആദ്യം വന്ന ടീമൊക്കെ പെട്ടെന്ന് 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 അടിച്ചിട്ട് ലാസ്റ്റ് വന്ന ആൾക്ക് കുറേ നേരം ഇത് ചെയ്തിട്ട് അടിക്കാനുള്ള ഇത് കൊടുത്തു. പക്ഷെ അത് ഭയങ്കരമായിട്ട് പാളിപ്പോയി. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീം സിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ജഡ്ജസിന്റെ സൈഡിൽ നിന്ന് ഇത് വഴക്ക് കേൾക്കേണ്ടി വന്നു. അപ്പം ഇത് കാരണം ഈ ഒരു ഇതിനകത്തിൽ ഈ ഒരു 4 ടീമിൽ ടീം സി ആണ് ഏറ്റവും പൂരായിട്ടുള്ള പെർഫോമൻസ് കാണിച്ചത്. അപ്പം അതിനകത്തു നിന്നുള്ള ഇപ്പൊ ഇതിനകത്ത് നിന്ന് എന്താ പറയുന്നത്, ഈ ടീം സിയിലുള്ള ആൾക്കാരാണ് എലിമിനേഷനിലേക്ക് വന്നേക്കുന്നത്. എലിമിനേഷൻ അപ്പൊ ഇതിൽ നിന്നായിരിക്കും 4 പേരെ എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ആഹ് ശരിക്കും പറഞ്ഞാൽ ജഡ്ജസ് പറയുന്നുണ്ട് ഇവരുടെ എങ്ങനെയാണ് ഇവരെ ആക്റ്റീവ്ലി എൻഗേജ് ചെയ്തേക്കുന്നുണ്ട്. അതുപോലെ അവർ പറയുന്നുണ്ട് ഒരു ടാസ്കിന്റെ ബേസ് ചെയ്തിട്ടല്ല ഇവര് ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യുന്നത്. സോഫാർ ഇതുവരെയുള്ള ഈ 2 എപ്പിസോഡ് ഓൾറെഡി കഴിഞ്ഞല്ലോ. അപ്പൊ ഇതുവരെയുള്ള അവരുടെ സ്റ്റാൻഡ്സ് എങ്ങനെയാണ്, ഇവരെങ്ങനെ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്, എങ്ങനെ അവർ ആക്റ്റീവ്ലി എൻഗേജ് ചെയ്യുന്നുണ്ട്, അവർ എന്തൊക്കെയാണ് പൊട്ടൻഷ്യൽ ഉള്ളതെന്നുള്ളത് അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ അനലൈസ് ചെയ്യുന്നതും പ്ലസ് ഈ ടാസ്കിന്റെ വെച്ചിട്ടാണ് ഇവരെ എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവര് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് ഒരു ഇമ്പാക്റ്റും ഇല്ലാതെ അല്ലെങ്കിൽ പുറകോട്ട് വലിഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റീസ് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ ഇവർ നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. ജഡ്ജസ് ശരിക്കും നോട്ട് ചെയ്യുന്നുണ്ട്. അവർ ജഡ്ജ്മെന്റിന് അവർക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ കറക്റ്റായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ടീം പെർഫോമൻസ് ഒരു മാറ്ററാണ് ഇതിനകത്തിൽ. ഇപ്പോൾ ഈ ടീം സി എന്ന് പറയുന്നത് അതിനകത്തിൽ കളിക്കുന്നവരുണ്ടാവും, കളിക്കാത്തവരുണ്ടാവും. പക്ഷേ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടീം സി ആണ് പൂറായിട്ട് പെർഫോം ചെയ്തിട്ട് വന്നേക്കുന്നത്. ഇപ്പോൾ എലിമിനേഷനുള്ള ഒരു ലിസ്റ്റിലേക്ക് വരുന്നത് ഈ ഒരു ടീമിൽ നിന്ന്. പക്ഷേ മറ്റേ എയും ബിയും അല്ലെ ഡി ടീമിൽ ഇതിനേക്കാളും കളിക്കാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ടീം കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇവർക്കൊരു ലക്കി അൺലക്കി ഫാക്ടർ ഇവിടെ ഉണ്ട്. പക്ഷേ എന്താ പറയാ, ഇത് നമുക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ടീം കോർഡിനേഷൻ എങ്ങനെയും വിൻ ചെയ്യാന്നുള്ളതാണ്. ഈ ടീം സി തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജഡ്ജസ് സ്പെസിഫിക്കലി പറയുന്നുണ്ട് ചില ടീം മെമ്പേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. ചിലരാണെങ്കിൽ പക്ഷേ എന്താ ഒരു എന്താ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഡെലിവർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഇതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഇതിനകത്തിൽ നിതിൻ എന്ന് പറഞ്ഞ പയ്യനെ ഇവരാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് പുള്ളിക്കൊരു ഒരു സ്ട്രോങ് പ്രസൻസ് പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഇനിഷ്യലി ഒരു പ്രോമിസിംഗ് ആയിട്ട് ഒരു സ്റ്റാർട്ട് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവരാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കയ്യിൽ നിന്നൊന്നും കേട്ടിട്ടില്ല. അതുപോലെ തന്നെ റാഷയാണെന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജസ് ഫെൽറ്റിന്ന് ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമിന്റെ സക്സസിന് ഒരു ഇതിന് വേണ്ടി അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് അവള് ഡിസർവിങ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ടീമിന്റെ ഇതിടെ നിക്കണം എന്നുള്ളത് ഒന്ന് പ്രൂവ് ചെയ്യാന് പറ്റാത്ത പറ്റാതെ വന്നു. അപ്പം അങ്ങനെ പല ഫാക്ടേഴ്സിന്റെ ബേസിലാണ് ഈ ഒരു എലിമിനേഷൻ പ്രോസസ്സ്. അപ്പോൾ അതുപോലെ അപ്പോൾ 4 പേരാണ് എലിമിനേറ്റ് ആയത്. ബിജു, ആരാധ്യ, നിതിൻ, റാഷ. അപ്പം ഇങ്ങനെ 4 പേരാണ് ഈ ഒരു ടീം സി അവർ ടീം സിയുടെ പാർട്ടായത് കാരണം അതുപോലെ ജഡ്ജസിന്റെ കളക്റ്റീവായിട്ടുള്ള ഇതിൽ അതായത് ജഡ്ജ്മെന്റിന്റെ ബേസിൽ ഇവർ 4 പേരുമാണ് ഇതിൽ നിന്ന് ഔട്ടായത്. അവർ കുറേ ഇമോഷണലൊക്കെ ആവുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു സെക്കൻഡ്, തേർഡ് എപ്പിസോഡിൽ എലിമിനേറ്റ് ആവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്ക് ജഡ്ജസിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ടീം ഇവന്റ് ആയിരുന്നു. ടീമിന് വിൻ ചെയ്യാൻ പറ്റില്ല. ടീമിൽ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് യോജിച്ച ടീം വിജയിക്കണമെന്ന് കൂട്ടമായിട്ടുള്ള ഒരു ടീം ടാസ്കിൽ കൂട്ടമായിട്ട് ആലോചിച്ച് അത് ചെയ്യണമായിരുന്നു. ഈവൻ അത് മാത്രമല്ല അവരുടെ പ്രീവിയസ് പെർഫോമൻസ്, അവരുടെ സ്റ്റാൻഡ്, അവരുടെ എന്താ പേഴ്സണാലിറ്റി ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇത്രയും 4 പേരെ പറഞ്ഞു വിട്ടത്. ചിലർക്ക് അഭിപ്രായമുണ്ട് ബിജുവിന് ബിജു പക്ഷേ എനിക്കൊന്ന് കുറച്ച് ഇമോഷണലും കുറച്ച് എന്താ പറയുന്നത് അങ്ങനെ എനിക്കത്ര ഒരു ഭയങ്കര ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഗെയിം ചിലപ്പോൾ 1-2 ദിവസം പുള്ളി ഇപ്പം ബിഗ് ബോസിലേക്ക് വിട്ട് കഴിഞ്ഞാൽ 1-2 ദിവസം സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അങ്ങനെ കളിക്കുമോ എന്നൊക്കെ ഉള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പം എന്തായാലും എനിക്ക് ആ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെയാണ്. അവർ 4 പേരും പോകാൻ ഓക്കെയാണ്. എലിമിനേറ്റ് ആയതിൽ എനിക്ക് അതിനകത്തിലൊരു നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം ഇത്രയുമായിരുന്നു മെയിൻലി എന്താ എപ്പിസോഡ് 3യുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ റിവ്യൂ വൈസ് എപ്പിസോഡ് കുഴപ്പമില്ലായിരുന്നു. ആ ടൈം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിനി കുറേ കിടന്ന് ഷോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വെച്ചാൽ ഇവർ കുറച്ചുകൂടി സ്ട്രാറ്റജിക് ആയിട്ടൊക്കെ പ്ലേ ചെയ്യേണ്ടടുത്ത് അവർ കുറച്ച് ലാഗൊക്കെ വരുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പം അത് കാരണം രഞ്ജിനി കുറേ ഷൗട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിവേസ് കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡായിരുന്നു. അപ്പം ഇതാണ് നമ്മളുടെ എപ്പിസോഡ് 3യെ പറ്റിയുള്ള റിവ്യൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിത് കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.